പാലക്കാട് നടന്ന വർഗീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിലെ പല നേതാക്കൾക്കും അവിടെ ആർ.എസ്.എസുകാരെ ഒറ്റിക്കൊടുക്കലാണ് അവിടുത്തെ പ്രധാന പരിപാടിയെന്നും അതുവഴി ബലിദാനികളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ സങ്കുചിത നീക്കമാണ് നടന്നതെന്നും ബി.ജെ.പി വിട്ടുവന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറി കോൺഗ്രസിൻ്റെ അംഗീകാരം വലിയ തോതിൽ നേടിയെടുത്ത സന്ദീപ് വാര്യർ തുറന്നടിക്കുകയാണ്. താൻ ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. പാലക്കാട് പ്രവർത്തിക്കുന്ന പലരും പല രീതിയിലും നടത്തിയിട്ടുള്ള വർഗീയ കലാപ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ലിസ്റ്റ് തൻ്റെ കയ്യിലുണ്ട് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. ചുണയുണ്ടെങ്കിൽ പാലക്കാട് എം.എൽ.എ ആയ രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് തൊട്ടു നോക്കൂ. അതിന് മാത്രം ഉശിരുള്ള ആണായി പറന്നവർ ആരും ആ സംഘടനയിൽ ഇല്ല എന്നും അതൊക്കെ എന്നേ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നും കൃത്യമായി സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഹെഡ്ഗേവാറിൻ്റെ പേര് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി നിർമ്മിച്ച വിദ്യാലയവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് അത് ചാർത്തി കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിനെ അതിവൈകാരികമായി കൊണ്ടുപോയി ഭിന്നശേഷി കുട്ടികളെ അപമാനിച്ചിരിക്കുന്നു എന്ന രീതിയിലാക്കാൻ ബി.ജെ.പി വലിയ രീതിയിലുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നിട്ട് കാല് കുത്തിക്കില്ല, തല ആകാശത്ത് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഭീഷണിയുടെ സ്വരൂപം. കാല് കുത്തുകയും ചെയ്യും, തല ഉയർത്തി തന്നെ നടക്കുകയും ചെയ്യും എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതോടുകൂടി ബി.ജെ.പി ആകെ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. എ.സി.പി വിളിച്ചു ചേർത്ത സമാധാന കക്ഷി യോഗം കോൺഗ്രസ് ശക്തമായി എതിർക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് യോഗമല്ല, അത് CPIM-ഉം ബി.ജെ.പിയും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ നീല ട്രോളി ബാഗ് വിവാദം ഉയർത്തിയത് CPIM ബി.ജെ.പിയുടെ സംയുക്ത നാടകീയ നീക്കമായിരുന്നു എന്നുള്ളത് ഏവർക്കും മനസ്സിലായി. CPM-ൻ്റെയും ബി.ജെ.പിയുടെയും നേതാക്കൾ ഒരേ സ്വരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത്. നീല ട്രോളി ബാഗ് വിവാദം ചീറ്റിപ്പോയതുപോലെ തന്നെ ഇതും നനഞ്ഞ പടക്കമായി ചീറ്റിപ്പോയിരിക്കുന്നു. പാലക്കാട് നഗരസഭ ബി.ജെ.പിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. 4500-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയിൽ നിന്ന് മാത്രമായി നേടിയെടുത്തത്. ഇത് ഒരു തുടക്കം മാത്രമായി കണക്കാക്കാൻ കഴിയും. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നഗരസഭയിൽ ഒരു ഓളം ഉണ്ടാക്കാനും ബി.ജെ.പിക്ക് കഴിയില്ല. CPIM വോട്ട് മറിച്ചു കൊടുത്താലും മതേതര കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ പാലക്കാട് DCC അധ്യക്ഷൻ തങ്കപ്പൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാട് MP ആയ VK ശ്രീകണ്ഠനും പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടം ഉള്ളിടത്തോളം കാലം ഇനി CPIM BJP അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ പാലക്കാട് കോൺഗ്രസിനെ അള്ളിവെക്കാം എന്ന് വിചാരിച്ചാൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ മാറുക തന്നെ ചെയ്യും.